പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ അത്ഭുതകരമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാലേലൂയ. ഹാലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശാലോം ടിവിയിലൂടെ കർത്താവായ യേശു ഒരുക്കി അനേക വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷ ഓർത്ത് ഈശോയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ശാലോം എല്ലാ മിനിസ്റ്റേഴ്സിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷ ആരംഭിച്ച വട്ടാലച്ചൻ്റെ കൂട്ടായ്മയിൽ ഇപ്പം മണത്തുറത്ത് പിതാവ്, പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവ്, ശുശ്രൂഷകളിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ബിനോയച്ചന്, സാംസനച്ചന്, എല്ലാവരും വലിയൊരു സ്നേഹ കൂട്ടായ്മയിൽ ശുശ്രൂഷ കർത്താവ് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാലേലൂയ. ഒത്തിരി സന്തോഷത്തോടെ ജീവനോടെ കർത്താവിൻ്റെ അടുത്ത് ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാട്ടുപാടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോ പറഞ്ഞതുപോലെ ഞാൻ അളന്നല്ല പരിശുദ്ധാത്മാനെ നൽകണത്. ഗോഡ് ഡസ് നോട്ട് റേഷൻ ദ ഗിഫ്റ്റ് ഓഫ് ഹിസ് ഹോളി സ്പിരിറ്റ്. യോഹന്നാൻ 3:34 വലിയൊരു അഭിഷേകമാണത്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ, നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, വചനത്തോടുള്ള സ്നേഹം, പ്രാർത്ഥനയിലുള്ള വിശ്വാസം, നമ്മുടെ എല്ലാ അപമാനങ്ങളും തുടച്ചു നീക്കാൻ ശക്തിയുള്ള കർത്താവ്, ആ കർത്താവിൻ്റെ ആത്മാവെന്നറിയാൻ വേണ്ടി ആഗ്രഹിച്ച് 2 കരങ്ങളും ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. കൈകളടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഉന്നത കൃപയെ, സ്വർഗത്തിന്റെ ശക്തിയെ, നിത്യസഹായകനേ, തീയായി തീനാവായി നീ ഞങ്ങളിൽ നിറയണമേ. ഉന്നത കൃപയെ, സ്വർഗത്തിന്റെ ശക്തിയെ, നിത്യസഹായകനേ, തീയായി തീനാവായി നീ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യണമേ. വെൺപ്രാവായി പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. തീനാളങ്ങളായി ഞങ്ങൾ കത്തി ജ്വലിക്കണമേ പരിശുദ്ധാത്മാവേ. കൊടുങ്കാറ്റായി ഞങ്ങളുടെ മേൽ വീശണമേ പരിശുദ്ധാത്മാവേ. മുള്ളുകളും മുൾച്ചെടുകളും ദഹിപ്പിച്ച് കളയണമേ പരിശുദ്ധാത്മാവേ. വലിയ സ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. വെൺപ്രാവ് പോൽ പറന്നിറങ്ങണമേ, തീജ്വാലയായി കത്തി ജ്വലിക്കണമേ. വെൺപ്രാവ് പോൽ പറന്നിറങ്ങണമേ, തീജ്വാലയായി കത്തി ജ്വലിക്കണമേ. വരദാനത്തിൻ അഭിഷേകം റൂഹായെ നീ ചൊരിയണമേ. വരദാനത്തിൻ അഭിഷേകം റൂഹായെ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ വലിയ ദാഹത്തോടെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ കരങ്ങളെ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിറയണമേ, കത്തി പടരണമേ, അഭിഷേകം ചെയ്യണമേ, നിറവ് നൽകണമേ. പരിശുദ്ധാത്മാവേ 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 ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പാടുന്നു. പരിശുദ്ധാത്മാവേ വലിയ ദാഹത്തോടെ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അഭിഷേകാഗ്നി ശുശ്രൂഷകളിലൂടെ അങ്ങ് ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവേ. ഇവരുടെ അപമാനമെല്ലാം അങ്ങ് തുടച്ച് നീക്കണമേ പരിശുദ്ധാത്മാവേ. അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സകല വിശുദ്ധരെ പ്രത്യേകിച്ച് ഔസേപ്പ് പിതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധ വിൻസെൻ്റ് ഫെററിൻ്റെ പ്രത്യേക മധ്യസ്ഥം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ശാന്തമായിരുന്ന് നമ്മൾ ദൈവവചനം കേൾക്കുകയാണ്. നമ്മളിന്ന് ധ്യാനിക്കുന്നത് ലൂക്കാസ് വിശേഷം 1-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. അവിടെ ഏലീശ പറയുന്ന മനോഹരമായൊരു കാര്യം, സ്നാപക യോഹന്നാനെ പ്രസവിച്ചതിന് ശേഷം ഏലീശ പറയുകയാണ് ദൈവം എന്താണ് ചെയ്തത്. കർത്താവ് ചെയ്ത അത്ഭുതകരമായ കാര്യത്തെക്കുറിച്ച് ലൂക്ക 1:25. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. എലീശ പറയാണ്, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന നിങ്ങളുടെ അപമാനം തുടച്ചു നിൽക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ കുടികൊള്ളുന്ന ഭാരം, അപമാനം, അധിക്ഷേപം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കർത്താവ് നീക്കിക്കളയട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂക്ക 1:25 നിങ്ങളിൽ അന്വർത്ഥമാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വചനം കേൾക്കുമ്പോൾ കർത്താവ് ചെയ്ത ഒരുപാട് കോടാനുകോടി അത്ഭുതങ്ങൾ, അപ്പോൾ കർത്താവ് ചെയ്ത ഒരു അത്ഭുതം നമ്മൾ കണ്ടും കേട്ടും കർത്താവിന് നന്ദി പറയുകയാണ്. അവിടുത്തെ അത്ഭുതകരമായ കരങ്ങൾ കർത്താവ് നീട്ടിയതിനോർത്ത് നന്ദി പറഞ്ഞ് ശ്രദ്ധയോടുകൂടി സാക്ഷി ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് സീന, എൻ്റെ ഭർത്താവിൻ്റെ പേര് രാജു, എൻ്റെ കുഞ്ഞിൻ്റെ പേര് ആനിയ മരിയ രാജു. ഞങ്ങളുടെ വീട് നിലമ്പൂർ പുക്കുട്ടമ്പാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 16 വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെയധികം ട്രീറ്റ്മെൻറ്റ് എടുത്തെങ്കിലും ഒന്നും ഫലമുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ 2013 സാന്തോം ഫെസ്റ്റ് ഡൽഹിയിൽ നടന്നിരുന്നു. അത് അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾ പോയിരുന്നു. അവിടെ വെച്ച് സേവിയർ അച്ഛൻ പറഞ്ഞു 25 ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ 2013 സാന്തോം കൺവെൻഷൻ അല്ലേ? അതെ. 2013 ഡൽഹി കൺവെൻഷനിൽ, അഭിഷേക് കൺവെൻഷനിൽ ഇവർ വന്ന് കൂടി. ഇവർ കൂടുമ്പോൾ ഇവരുടെ സങ്കടം എങ്ങനെയാണ്? കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായിരുന്നു? 16 വർഷമായി. കല്യാണം കഴിഞ്ഞ് 16 വർഷമായി ഞങ്ങൾക്ക് മക്കളില്ല. കർത്താവ്, ഞങ്ങൾ ഡൽഹിയിൽ ജോലിയൊക്കെ ചെയ്യാണ്, പക്ഷേ ഞങ്ങൾക്ക് 16 വർഷമായിട്ട് മക്കളില്ല എന്ന സങ്കടവുമായിട്ട് അവർ ഡൽഹി അഭിഷേകാഗ്നി കൺവെൻഷൻ 2013 കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഒരു മെസ്സേജ് തന്നു. ഈ കൺവെൻഷൻ കൂടുന്ന 10,000 ജനങ്ങളിൽ 25 ദമ്പതികളുടെ മക്കളില്ലാത്ത ദമ്പതികളുടെ സങ്കടം കർത്താവ് മാറ്റുന്നു, അവരെ മക്കളെ നൽകി അനുഗ്രഹിക്കുന്നു എന്നൊരു മെസ്സേജ് കൊടുത്തു. അപ്പം നിങ്ങളത് വിശ്വസിച്ചു? ഞങ്ങളതിൽ പൂർണ്ണമായും വിശ്വസിച്ചു. അങ്ങനെ അച്ഛൻ പറഞ്ഞത് ഒക്ടോബറിലായിരുന്നു. നവംബറിൽ ഞാൻ ഗർഭിണിയായി. അതിനുശേഷം ഒക്ടോബറിൽ ധ്യാനം കൂടി, പിറ്റേ മാസം ഒരു ഗർഭിണിയായി. അതിനുശേഷം ഡിസംബറിൽ എനിക്ക് പിന്നെയും ഭയങ്കരമായ ബ്ലീഡിങ് ഉണ്ടായി.
അപ്പോൾ ഞാൻ അഭിഷേകാഗ്നി പ്രോഗ്രാം വെള്ളിയാഴ്ച എന്നും ടി വിയിൽ കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ദീപികാരുണ്യ ആരാധന ഉയർത്തി വെച്ച സമയം അത്തേൽ കയ്യിൽ പിടിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞിനെ നൽകിയാൽ ഞാനത് സെഗ്യോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിൻ്റെ ഫലമായി, ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെയും ഫലമായി ഞങ്ങൾക്ക് 2014 ജൂൺ 16 ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ആ കുഞ്ഞാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. കുട്ടിയെ കൊടുത്തു. ആ കുട്ടിയുമായി വന്ന് ഈ കുട്ടീനെയാണ് കർത്താവ് കൊടുത്തത്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന് ഒരു നന്ദി പറയാൻ വേണ്ടി അവർ ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയാണ്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. രണ്ട് കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ആമേൻ ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു അപമാനങ്ങൾ, നമ്മുടെ എല്ലാ അപമാനങ്ങൾ, അധിക്ഷേപങ്ങളെല്ലാം കുരിശിൽ ഏറ്റെടുത്തത് കർത്താവ് നമുക്ക് വിടുതലും സൗഖ്യവും മോചനവും നൽകാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ കർത്താവ് അപമാനം നീക്കിക്കളയുന്നവനാണ്. ഉദാഹരണത്തിന് യാക്കോബിൻ്റെ ഭാര്യയായ റാഹേല്. ഇപ്പോൾ അന്നത്തെ കാലത്ത് ബഹുഭാര്യാത്തുള്ള സമയമാണ്. ലയ എന്ന് പറയുന്ന ഇവളുടെ സഹോദരിയിൽ നിന്ന് യാക്കോബിന് ധാരാളം മക്കളെ കിട്ടി. റാഹേലിന് മക്കളങ്ങനെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് റാഹേലും കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, അപമാനം നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ദൈവം റാഹേലിനെ സ്മരിച്ചു, അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടായിരിക്കും. കർത്താവ് നിങ്ങളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അടുത്ത വചനത്തിൽ പറയാണ്, ജനശീസ് 30:23, അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അപമാനം നീക്കിക്കളയാൻ ശക്തിയുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എനിക്കൊരു പുത്രനെ കൂടി തരട്ടെ എന്ന് പറഞ്ഞ് അവൾ അവന് ജോസഫ് എന്ന് പേരിട്ടു. നോക്കിയേ, ജോസഫിൻ്റെ അമ്മ റാഹേൽ, അപ്പൻ യാക്കോബ്. ആ ജോസഫ് അവൻ അനേകരുടെ അപമാനം നീക്കിക്കളഞ്ഞൊരു കുട്ടിയായി ചെറുപ്പക്കാരനായിട്ട് കർത്താവ് ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം റാഹേൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. ദൈവത്തോട് പറയുകയാണ്, ദൈവം എൻ്റെ അപമാനം നീക്കിക്കളഞ്ഞു. ജോസഫിനെ ദൈവം ദാനമായി നൽകി. തുടർന്ന് ജോസഫിലൂടെ ദൈവം ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങൾ, ഒരു ദേശത്തിൻ്റെ ഗവർണറായിട്ട് ദൈവം ഉയർത്തി. അതുപോലെ തന്നെ സ്വന്തം സഹോദരന്മാരോട് നിരുപാധികം ക്ഷമിച്ചു. ഇന്നും ജോസഫ് പ്രഘോഷിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് സിറാക്കിൻ്റെ പുസ്തകം പ്രഭാഷകൻ 49:15 പറയുന്നത്, ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല, അവൻ്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിയാവുന്ന പോലെ ജോസഫിൻ്റെ പക്കലേക്ക് തൻ്റെ സഹോദരന്മാർ അവസാനം വന്ന് ഭയത്തോടെ ആകപ്പാടെ ആകുലപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ ജോസഫ് അവരോട് ക്ഷമിക്കുക മാത്രമല്ല, അവരെ സ്നേഹിക്കുക മാത്രമല്ല, ഒരുപാട് അവരോട് കരുണ കാണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഒരു ദൂത് ജോസഫിൻ്റെ അധരത്തിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുകയാണ്. ഇന്നും അനേകരുടെ അപമാനം അവർ നീക്കിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ വചനം പറയാണ്, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ചെയ്തത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പോറ്റിക്കൊള്ളാം. അങ്ങനെ അവൻ അവരെ ധൈര്യപ്പെടുത്തുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, റാഹേൽ പറഞ്ഞ എത്രയോ കറക്റ്റാണ്. അവിടുന്ന് എൻ്റെ അപമാനം നീക്കിക്കളഞ്ഞു. ജോസഫിന് ദൈവം കൊടുത്തു. ഇന്നിരുന്ന് വചനം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പലതരം അപമാനത്തിൽ ഒരുപാട് അധിക്ഷേപങ്ങൾ കേട്ടതിൻ്റെ സങ്കടത്തിലാണെങ്കിൽ പ്രിയപ്പെട്ടവർ, നീക്കിക്കളയുന്ന ഒരു കർത്താവ് നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി.
യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ഒരുപക്ഷേ ദൈവം നമുക്ക് നൽകുന്ന ഒരു കുഞ്ഞിലൂടെ ആയിരിക്കും നിങ്ങളുടെ മാത്രമല്ല അനേകം തലമുറകളുടെ അനേകം വംശങ്ങളുടെ പാരമ്പര്യങ്ങളുടെ അപമാനം നീക്കി കളയപ്പെടുന്നത്. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ കുറച്ചു പേരെങ്കിലും വിധവകളായിട്ടുള്ള ആൾക്കാർ കാണുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, വിധവകളുടെ അപമാനം നീക്കിക്കളയാൻ കർത്താവിന് സാധിക്കും. നമ്മൾ യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നൊരു വചനമുണ്ട്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വചനം പറയുകയാണ്, ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയാവുകയില്ല, നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും, വൈധവ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയുമില്ല. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഈ വചനം എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞേ, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയാവുകയില്ല, നീ അപമാനിതയാവുകയില്ല, നിന്റെ യൗവനത്തിലെ നിന്റെ യൗവനത്തിലെ അപകീർത്തി അപകീർത്തി നീ വിസ്മരിക്കും, നീ വിസ്മരിക്കും, വൈധവ്യത്തിലെ വൈധവ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയുമില്ല. നീ ഓർക്കുകയുമില്ല. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ പലതരത്തിലുള്ള നിന്ദനങ്ങൾ, പലതരത്തിലുള്ള വേദനകൾ, പലതരത്തിലുള്ള അപമാനങ്ങൾ കേട്ട ഒരു വിധവയായിരിക്കാം നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കർത്താവ് സ്പർശിക്കുകയാണ്. കർത്താവ് സ്പർശിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? യേശു കർത്താവ് നിങ്ങളുടെ പ്രിയപ്പെട്ട മണവാളൻ, നിങ്ങളുടെ ആത്മാവിൻ്റെ മണവാളനായിട്ട് കടന്നു വരികയാണ്. ആ ഈശോയുമായുള്ള വലിയൊരു സ്നേഹബന്ധത്തിലേക്ക് നിങ്ങളുടെ ആത്മാവിന് ഈശോ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പഴയ നിയമത്തിൽ ഒരുപാട് വർഷങ്ങളായി വിധവയായിരുന്ന അന്ന ആ യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ എല്ലാ കാര്യങ്ങളും മറന്ന്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ സങ്കടങ്ങളുടെ മേലും ഈശോ കടന്നു വന്നതുപോലെ നിങ്ങളുടെ സങ്കടങ്ങളുടെ മേൽ കർത്താവ് വരാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ 54:5 അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയണത്, നിന്റെ സ്രഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം, ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ, ഭൂമി മുഴുവന്റെയും ദൈവമെന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. എനിക്കൊരു വിധവയെ പരിചയമുണ്ട്. അത് വിശുദ്ധ അഗസ്റ്റിനോസ് പുണ്യാളൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തൊരു വിധവയാണ്. അഗസ്റ്റിനോസിൻ്റെ ശുശ്രൂഷകളിൽ ഏറ്റവും അധികം സഹായിച്ചിരുന്നത് ഈ ഒരു വിധവയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അഗസ്റ്റിൻ്റെ എത്രയോ ലേഖനങ്ങൾ, എത്രയോ പുസ്തകങ്ങൾ, അതിനൊക്കെ സഹായിക്കാൻ കർത്താവ് ഈ മകളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചു. അത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അനേകം വിധവകളിലൂടെ കർത്താവ് അത്ഭുതം ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ആ വൈധവ്യം അവർ മറക്കണത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിനെ സ്നേഹനാഥനായി സ്വീകരിച്ച് യേശുവുമായുള്ള വലിയൊരു ബന്ധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ വൈധവ്യത്തിൻ്റെ വേദനകൾ മറക്കുന്നെന്ന് മാത്രമല്ല, അനേകം പേർക്ക് അവരുടെ വൈധവ്യത്തിലൂടെ അവരുടെ ആ നിന്ദനം, പരിഹാസം അവർ കർത്താവിന് സമർപ്പിച്ചതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അവരിലൂടെ കൃപ കർത്താവ് കൊടുക്കുകയാണ്. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയാ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഒരുപക്ഷേ പട്ടിണി മൂലമുള്ള ഒരു അപമാനം സഹിക്കുന്ന നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വചനം കർത്താവ് നൽകുകയാണ്. അത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യമാണ്. പട്ടിണി മൂലമുള്ള അപകീർത്തി ഇനി ഒരിക്കലും നിങ്ങൾ ജനതകളുടെ ഇടയിൽ സഹിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലങ്ങളും വയലുകളിലെ വിളവുകളും സമൃദ്ധമാക്കും. എസെക്കിയേൽ 36:30 അത് പലതരത്തിലുള്ള പട്ടിണി, ദാരിദ്ര്യം, അങ്ങനെയുള്ള ആളുകളുടെ അപകീർത്തി, ആ ഒരു സങ്കടം മാറ്റാനുള്ള കർത്താവിൻ്റെ ഒരു വചനമാണ്. പറഞ്ഞേ, ഹല്ലേലൂയാ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കാണ്, ഞാൻ ഒരിക്കൽ ഒരു ഇടവകയിൽ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയ ഒരു അമ്മച്ചി ഭയങ്കര സന്തോഷത്തോടു കൂടി വന്നു. അമ്മച്ചി പറയുകയാണ്, അച്ഛാ എൻ്റെ മകളെ അച്ഛനെ പരിചയമുണ്ട്, അച്ഛൻ്റെ സ്കൂളിൽ സീനിയറായിട്ട് പഠിച്ചാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് പരിചയമുണ്ട്. ഒരു 23 വർഷം വിവാഹം കഴിഞ്ഞു, പക്ഷേ മക്കളുണ്ടായിരുന്നില്ല. അവരുടെ പല ആളുകളും പല പെന്തക്കോസ്ത് സഭയിലേക്കൊക്കെ പോയി, പല പ്രയാസങ്ങളിലൂടെ പോയി. പക്ഷേ ഈ സ്ത്രീ, അവരുടെ ഭർത്താവ്, അവർ പറഞ്ഞു, ഞങ്ങൾ കർത്താവായ യേശുവിനെയോ അവിടുത്തെ പരിശുദ്ധ കത്തോലിക്ക തിരുസഭയെയോ പരിശുദ്ധ കന്യകമറിയത്തെ ഉപേക്ഷിച്ച് എവിടെയും പോകുകയല്ല, ഞങ്ങൾക്കിനി കുഞ്ഞില്ലെങ്കിൽ വേണ്ട. പക്ഷേ അവർ മുറുകെ അങ്ങോട്ട് പിടിച്ചു, സഭയെ മുറുകെ പിടിച്ചു, പരിശുദ്ധ അമ്മയെ അങ്ങോട്ട് മുറുകെ പിടിച്ചു. 23 വർഷത്തിന് ശേഷം പ്രിയ ലോകത്തിന് അത്ഭുതകരമായി ഒരു കുറവില്ലാത്ത നല്ലൊരു കുഞ്ഞിനെ പ്രസവിച്ച് കർത്താവ് ആ കുടുംബത്തെ അങ്ങോട്ട് അനുഗ്രഹിക്കുകയാണ്. പറഞ്ഞേ, ഹല്ലേലൂയാ. യേശുവേ നന്ദി. റോമാ 12:12 ഒരു വചനമുണ്ട്, പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. അപ്പോൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, പിടിച്ചു നിന്നു.
കർത്താവിനോട് ചേർന്ന് നിന്നു. നീണ്ട 23 വർഷത്തിന് ശേഷം കർത്താവ് ഒരു കൊച്ചിനെ നൽകി അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ വേറൊരു മനോഹരമായൊരു കാര്യം, അപകീർത്തി നീക്കി കളയുന്ന, അപമാനം തുടച്ചു നീക്കുന്ന ഒരു കർത്താവിനെ കുറിച്ചൊരു വചനമുണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരുപക്ഷെ പലതരത്തിലുള്ള അപമാനം കാരണം സങ്കടപ്പെട്ടിരിക്കുന്ന നമുക്കാണെങ്കിൽ അതിൽ തോബിത്തിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 2 സംഭവങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തോബിത്തിൻ്റെ പ്രാർത്ഥനയാണ്. കാരണം തോബിത്തിന് കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. തോബിത്ത് അതുപോലെ ദരിദ്രനായിട്ട് മാറി അടിമത്തത്തിലേക്ക് പോയി. ആ സമയത്ത് വചനം പറയുകയാണ്, ഞാൻ ദുഃഖഭാരത്തോടെ കരഞ്ഞു, ഹൃദയവ്യഥയോടെ ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവേ, അവിടുന്ന് നീതിമാനാണ്, അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയുടെ മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ്. അങ്ങയുടെ വിധി എന്നും സത്യവും നീതിനിഷ്ഠവുമാണ്. എന്നെ ഓർക്കുകയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുകയും ചെയ്യണമേ. എൻ്റെയും എൻ്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്കും ഞാൻ അറിയാതെ ചെയ്ത അപരാധങ്ങൾക്കും അങ്ങ് ശിക്ഷ നൽകരുതേ. തോബിത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. തോബിത്ത് ആദ്യമേ പ്രാർത്ഥിക്കുന്നത് ഈ കഷ്ടതയെ ഓർത്ത് ദൈവത്തെ നിന്ദിക്കുകയോ പഴിക്കുകയല്ല, ദൈവത്തിന് നന്ദി പറയുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നിട്ട് അപരാധങ്ങൾ പാപങ്ങളൊക്കെ ഓർത്ത് അനുദപിക്കുകയാണ്. 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, അങ്ങയുടെ കൽപ്പനകൾ അവർ പാലിച്ചില്ല, അതിനാൽ അങ്ങ് ഞങ്ങളെ കവർച്ചയ്ക്കും അടിമത്തത്തിനും മരണത്തിനും ഏൽപ്പിച്ചു കൊടുത്തു. ഞങ്ങൾ ചിതറിപ്പാർത്ത ഇടങ്ങളിലെ ജനതകൾക്ക് ഞങ്ങൾ പരിഹാസത്തിൻ്റെ പര്യായമായി തീർന്നു. എന്നെല്ലാം പറഞ്ഞ് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തോബിത്തിൻ്റെ ഈ പ്രാർത്ഥന എളിമയുടെയും സ്തുതിപ്പിൻ്റെയും അനുതാപത്തിൻ്റെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ പക്കലേക്ക് എത്തുകയാണ്. അതേ സമയത്ത് ആ ദേശത്ത് തന്നെ വേറൊരു കുടുംബം കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയാണ്. ആ സ്ത്രീയുടെ പേര് സാറ എന്നാണ്. നമുക്കറിയാം, പിന്നീടുള്ള സമയത്ത് ഈ തോബിത്തിൻ്റെ മകൻ തോബിയാസ് അവൾ വിവാഹം കഴിച്ച. അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുകയാണ്, ഈ സാറ അവളുടെ പരിചാരികമാരാൽ അധിക്ഷേപിക്കപ്പെടുകയാണ്. അവർ പറയുന്നത് എങ്ങനെയാണ്? 8-ാമത്തെ വാക്യം, 7 പ്രാവശ്യം വിവാഹം ചെയ്തതാണവൾ. എന്നാൽ അവളെ പ്രാപിക്കുന്നതിന് മുമ്പ് ഓരോ ഭർത്താവും അസ്മാദേവൂസ് എന്ന ദുഷ്ടപിശാചിനാൽ വധിക്കപ്പെട്ടിരുന്നു. അതിനാൽ പരിചാരികമാർ അവളോട് ചോദിച്ചു, നീ തന്നെയല്ലേ ഭർത്താക്കന്മാരെ കഴുത്തു ഞെരിച്ച് കൊന്നത്? 7 പേരെ നിനക്ക് ലഭിച്ചു, എന്നാൽ ആരുടെയും നാമം ധരിക്കാൻ നിനക്കിടയായില്ലല്ലോ. ഞങ്ങളെ തല്ലുന്നത് എന്തിനാണ്? അവർ മരിച്ചെങ്കിൽ നീയും അവരോടൊപ്പം പോവുക. നിന്റെ മകനെയോ മകളെയോ കാണാൻ നിനക്കിട വരാതിരിക്കട്ടെ. നോക്കിയേ, ഇതേപോലെ അപമാനം കേൾക്കുകയാണ്. ഇതേപോലെ അവൾ കൊലപാതകം ചെയ്തിട്ടില്ല, അവൾ വേറെ അന്യപുരുഷന്മാരുടെ പുറകെ പോയിട്ടില്ല, അവൾ വളരെ വിശുദ്ധിയോടുകൂടി ജീവിച്ചു. പക്ഷേ അവളുടെ ജീവിതത്തിൽ വലിയൊരു തകർച്ച. ഓരോ വിവാഹം കഴിയും അന്ന് രാത്രി തന്നെ ആ ദുഷ്ടപിശാച് ആ ഭർത്താവിനെ കൊന്നുകളയുന്ന ഒരു പ്രത്യേക അന്ധകാരത്തിന് തിന്മയ്ക്ക് അവൾ അടിമപ്പെട്ടു പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ അവൾ വിഷമോ സങ്കടമൊക്കെ വന്നെങ്കിലും ആത്മഹത്യയാണെന്ന് ചിന്തിച്ചാലും അവൾ അതിലേക്കൊന്നും പോകാതെ അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അതിന് 11-12 വാക്യങ്ങൾ. അവൾ കിളിവാതിലിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ, പരിശുദ്ധവും സംപൂജ്യവുമായ അങ്ങയുടെ നാമം എന്നെന്നും സ്തുതിക്കപ്പെടട്ടെ, എല്ലാ സൃഷ്ടികളും അവിടുത്തെ എന്നെന്നും വാഴ്ത്തട്ടെ. എൻ്റെ ദൃഷ്ടികളും മുഖവും അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു. എന്നെ ഈ ഭൂമിയിൽ നിന്ന് മോചിപ്പിക്കണമേ. ഞാൻ ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ. അവളുടെ ഒരു പ്രാർത്ഥനയാണത്. ഞാൻ ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയം നുറുങ്ങിയുള്ളൊരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് എത്തി. തുടർന്ന് ദൈവമായ കർത്താവ് റഫായേൽ മാലാഖ അയക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ മാലാഖയുടെ പ്രത്യേക ഇടപെടലുണ്ടാവുകയാണ്. തുടർന്ന് ആ മാലാഖ വരുന്നു, സഹായിക്കുന്നു, അവരുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം ആളുകൾക്ക് അപമാനമേറ്റ അധിക്ഷേപമേറ്റ ആളുകൾക്ക് ഒരു ഉത്തരമായി ഇന്ന് ഈ സാറായുടെ പ്രാർത്ഥന, തോബിത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് ബലം നൽകുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ അപമാനം വന്നപ്പോൾ ഒരു നിരാശപ്പെടാതെ അവർ സ്തുതിച്ചു, അവർ പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ വഴികൾ നല്ലതാണെന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ ഓരോ തീരുമാനവും ഓരോ മാർഗങ്ങളും നീതിനിഷ്ഠമാണെന്ന് അവർ ഏറ്റുപറഞ്ഞു. അവർ എളിമപ്പെട്ടു, അവർ കരഞ്ഞു. ദൈവം ഇടപെടുകയാണ്. അപമാനം തുടച്ചു നീക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ലൂക്ക 1:25 നമ്മൾ മറക്കരുത്. എലീശയുടെ മനോഹരമായ നന്ദിയുടെ ഒരു പ്രാർത്ഥനയാണ്. ഒരുപാട് വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലാതെ സമൂഹത്തിൽ ഏറ്റ അപമാനങ്ങൾ, അതുപോലെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അപമാനങ്ങൾ, പ്രിയപ്പെട്ടവർ, അതിനെല്ലാം പരിഹാരമായി
ഭാഗമായി അവിടെ ഒരു മാലാഖയുടെ ഇടപെടൽ ഉണ്ടാവുകയാണല്ലോ, അവിടെയും ദൈവം ഇറങ്ങി വരികയാണല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൾ പറഞ്ഞ മനോഹരമായ വാക്യം ലൂക്ക 1:25, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ വചനം എല്ലാവരും നേറ്റു പറഞ്ഞ വരദറി ഉയർത്തി നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ ഉറക്കെന്ന് പറഞ്ഞ മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. ഹല്ലേലൂയാ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും കടാക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നിങ്ങൾക്കും വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ അഭിഷേകത്തിന് എപ്പിസോഡ് കണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം കർത്താവ് വളർത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. യെശയ്യായുടെ പുസ്തകത്തിൽ ഒരു മനോഹരമായ വാക്യമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ. വിമോചനം അകലെയാണെന്ന് കരുതുന്ന മർക്കടമുഷ്ടികളെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഞാൻ മോചനം ആസന്നമാക്കിയിരിക്കുന്നു, അത് വിദൂരത്തല്ല. ഞാൻ രക്ഷ താമസിപ്പിക്കുകയില്ല. ഞാൻ സിയോന് രക്ഷയും ഇസ്രായേലിന് മഹത്വവും നൽകും. ഹല്ലേലൂയാ. കർത്താവിന്റെ പരിശുദ്ധ വചനം പറയുകയാണ്, ഞാൻ രക്ഷ താമസിപ്പിക്കുകയില്ല, ഞാൻ സിയോന് രക്ഷയും ഇസ്രായേലിന് മഹത്വവും നൽകും. ഹല്ലേലൂയാ. ഈ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് രക്ഷയും മഹത്വവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ കണ്ണീര് കർത്താവ് തുടച്ചു മാറ്റും. അപമാനം സ്വർഗത്തിന്റെ ദൈവം തുടച്ചു നീക്കും. ഹല്ലേലൂയാ. 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 നമ്മുടെ മുമ്പിൽ രാജാവും കർത്താവും നാഥനുമായിട്ട് എഴുന്നള്ളിയിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ പക്കലേക്ക് നമ്മുടെ ജീവിതങ്ങളെല്ലാം സമർപ്പിച്ച് എല്ലാവരും ഒന്ന് ചേർന്ന് അവിടുത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 ആരാധിക്കുന്ന, ആരാധിക്കുന്ന, മരണത്തെ ജയിച്ചവനേ ആരാധിക്കുന്നു. ഇരുകരങ്ങളും ഉയർത്തി ആരാധിക്കട്ടെ. ഉത്ഥാനം ചെയ്തവനേ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ, മരണത്തെ ജയിച്ചവനേ ഞങ്ങൾ ആരാധിക്കുന്നു. കൈകൾ കൂപ്പി ഉത്ഥാനം ചെയ്തവനേ യേശുവേ ഞങ്ങൾ ആരാധിക്കുന്നു. നമ്മുടെ എല്ലാ അപമാനങ്ങളും എല്ലാ ഭാരങ്ങളും എല്ലാ നൊമ്പരങ്ങളും അതുപോലെ നമുക്കെതിരെ നിൽക്കുന്ന എല്ലാ അനർത്ഥങ്ങളുടെ കെട്ടുകളെ യേശു കർത്താവ് അഴിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കള്ളക്കേസിൽ കുടുങ്ങി കഴിയുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ഈ സമയത്ത് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ആരാധനയുടെ ആശീർവാദ നിമിഷങ്ങളിൽ അപമാനം നീക്കിക്കളയുന്ന ഒരു കർത്താവുണ്ട്. എലീശായുടെ മാത്രമല്ല, റാഹേലിൻ്റെ മാത്രമല്ല, അനേകരുടെ അപമാനങ്ങൾ ഇന്നും നീക്കിക്കൊണ്ടിരിക്കുന്ന ജീവനുള്ള യേശു കർത്താവ്. ഗലാത്യ 3:13 യേശുക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നതിനാൽ നിയമത്തിൻ്റെ ശാപത്ത് നമ്മെ രക്ഷിച്ചു. ശാപത്തിൻ്റെ കെട്ടുകൾ അഴിക്കുന്നവൻ, രോഗത്തിൻ്റെ കെട്ടുകൾ അഴിച്ച് വിടുതൽ നൽകുന്നവൻ, അപമാനത്തെ തൂത്തെറിയുന്നവൻ, ശക്തിയുള്ള കർത്താവിനെ എല്ലാവരും ചേർന്ന് കരങ്ങൾ ഉയർത്തി യേശുവേ എന്നുള്ള നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുന്ന യേശുവേ, അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തി ഇറങ്ങട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ.